പ്രധാനമന്ത്രിയായി കരുത്തോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീണ്ടും പ്രധാനമന്ത്രിയായി രാജ്യത്തെ എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ ആവാത്ത. ഏതായാലും ആ മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് രാജ്യത്തെ സേവിച്ച പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ആ സ്മരണ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം രാജ്യം നേരിടുന്ന അപകടങ്ങളെ തരണം ചെയ്യുന്നതിന് കൂടുതൽ കരുത്ത് പകരും എന്ന കാര്യത്തിൽ സംശയിക്കും. നമുക്കറിയാം, ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട് നേടിയ സ്വാതന്ത്ര്യം, രാജ്യം നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ജനാധിപത്യ സംവിധാനം, ആ ജനാധിപത്യ സംവിധാനത്തിന് അടിത്തറയായിട്ടുള്ള ഭരണഘടന, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന, ഇതിന് നേരെ വൻ ഭീഷണി വീഴുന്ന സ്ഥിതിവിശേഷമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. നാം നേടിയ സ്വാതന്ത്ര്യം, മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിൽ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നേരെ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പലരും കരുതി എന്താ, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യൻ നേതാക്കന്മാർ തമ്മിലടിച്ച് പിരിയും. ആ ധാരണയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് ഗാന്ധി വധം എന്നുള്ള രാജ്യത്തെ, ലോകത്തെ നടുക്കിയ ആ സംഭവത്തെ ഇന്ത്യ അതിജീവിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ആ കാലത്തുണ്ടായിരുന്ന വർഗീയ ലഹള ഇല്ലാതാക്കി സുസ്ഥിരമായൊരു പാതയിലൂടെ രാജ്യത്തെ നയിച്ചു. നമ്മുടെ ഭരണഘടന, ഇത്ര മഹത്തായ ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉയർന്നു വന്ന എല്ലാ ചർച്ചകൾക്കും മറുപടി പറഞ്ഞുകൊണ്ട്, ചർച്ച സമാഹരിച്ചുകൊണ്ട്, അന്ന് ഡോക്ടർ അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൻ്റെ അർത്ഥം ഞാൻ പറയും. ഇംഗ്ലീഷിലാണെങ്കിലും അദ്ദേഹം പറയുന്നത് എത്രമാത്രം പ്രസക്തമാണ്. ഏതൊരു ഭരണഘടനയുടെയും വിജയം അത് കൈകാര്യം ചെയ്യുന്നവരെ ആശ്രയിച്ചാണ്. നല്ലവരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, മോശം ഭരണഘടനയാണെങ്കിലും അതിൻ്റെ ഫലം നല്ലതായി. മോശം ആളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, നല്ല ഭരണഘടനയാണെങ്കിലും അതിൻ്റെ ഫലം മോശം. എത്രമാത്രം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ. നല്ലത് കണ്ടു, നമ്മൾ മോശം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തിയ സന്ദർഭങ്ങൾ, ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയോടൊപ്പം പ്രതിപക്ഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി ജവഹർലാൽ നെഹ്റു കാണിച്ചു തന്ന പാരമ്പര്യം നമുക്കറിയാമല്ലോ. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിന് 364 സീറ്റ് കിട്ടി, മഹാഭൂരിപക്ഷം. അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 സീറ്റാണ്. ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിന് വേണ്ടതായ അംഗബലമില്ല. എന്നിട്ടും മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആദരണീയനായ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് AK ഗോപാലനെ, AKGയെ, ആദരപൂർവ്വം നാം AKG എന്ന് വിളിക്കുന്ന AKGയെ പ്രതിപക്ഷ നേതൃപദവി അതിൻ്റെ പരിഗണന നൽകി അംഗീകരിച്ചു. നിയമങ്ങൾ അവിടെ ചർച്ച ചെയ്തു. പാർലമെന്റ് കൃത്യമായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ആ ഒരു നെഹ്റുവിയൻ പാരമ്പര്യം ലോകം അഭിമാനത്തോടു കൂടിയാണ് കണ്ടത്. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ പാർലമെന്റ് കുറച്ചു കാലംഗമായിരിക്കുന്ന അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ.